ഹായ് മക്കളെ, അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അറിയാം. കാരണം നീറ്റ് എക്സാം നമ്മുടെ തൊട്ട് മുന്നിലെത്തി. അപ്പോൾ ഇനിയുള്ള സമയം കുറഞ്ഞ സമയം നമ്മുടെ മുന്നിലുള്ളൂ. ആ സമയം എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഇനോർഗാനിക് ചാപ്റ്റർ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ റിവൈസ് ചെയ്യാൻ പോവാണ്. സോ ശ്രദ്ധിക്കുക, കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ഇത്തരം കുഞ്ഞു വൺ ഷോട്ടുകൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കുറഞ്ഞ സമയം നമ്മൾ എടുക്കുന്നുള്ളൂ, എന്നാൽ ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം നമ്മൾ കവർ ചെയ്യുകയും ചെയ്യും. സോ നോക്കൂ, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൂയിസ് ഒക്ടറ്റ് റൂൾ ആണ് അല്ലേ. അതായത് ഒരാറ്റം മറ്റാറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് അതിനെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ 8 ഇലക്ട്രോണുകളെ കിട്ടുമ്പോഴാണ് ഒരാറ്റം സ്റ്റേബിൾ ആവുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ച കൺസെപ്റ്റാണ് ലൂയിസ് ഒക്ടറ്റ് റൂൾ. ആ ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻസിൽ നിന്നാണ് എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. നോക്കൂ, ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് കാണിക്കുന്ന മോളിക്യൂളുകളെ നമുക്കറിയാം. BeCl2, BCl3 പോലുള്ള മോളിക്യൂളുകളൊക്കെ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്. എക്സ്പാൻഡഡ് ഒക്ടറ്റ് കാണിക്കുന്ന മോളിക്യൂളുകൾ നമുക്കറിയാം. PCl5, SF6, H2SO4 തുടങ്ങിയ മോളിക്യൂളുകളൊക്കെ എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ് കാണിക്കുക. ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോണുകളുള്ള NO, NO2, ClO2, ClO3 പോലുള്ള മോളിക്യൂളുകളും ഒക്ടറ്റ് റൂളിന്റെ ലിമിറ്റേഷൻ ആണ്. നോബിൾ ഗ്യാസുകൾ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകൾ XCF2, XCF4, XCF6 തുടങ്ങിയ നോബിൾ ഗ്യാസ് കോമ്പൗണ്ടുകൾ ഒക്ടറ്റ് റൂളിൽ നിന്നുള്ള ലിമിറ്റേഷനെയാണ് കാണിക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഒരു മോളിക്യൂളിന്റെ ഷേപ്പ്, ഒരു മോളിക്യൂളിന്റെ ജോമെട്രി, ഒരു മോളിക്യൂളിന്റെ എനർജി, ഇതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ പറയാൻ ഒക്ടറ്റ് റൂളിന് കഴിഞ്ഞിട്ടില്ല. സോ ഇത്രയും ലിമിറ്റേഷൻസ് ആണ് ഒക്ടറ്റ് റൂളിനുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തു. അടുത്തത് ഇനി നമുക്ക് പഠിക്കേണ്ടത് ഫോർമൽ ചാർജ് ആണ്. കാരണം ഫോർമൽ ചാർജിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു മോളിക്യൂളിലെ ഏത് ആറ്റത്തിന് മുകളിലുള്ള ഫോർമൽ ചാർജ് ആണെങ്കിലും V - NBE - ½ × BE ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ഈസ് ദി നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ദാറ്റ് ഫ്രീ എലമെന്റ്. NBE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറ്റത്തിന് ചുറ്റുമുള്ള നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറ്റത്തിന് ചുറ്റുമുള്ള ബോണ്ടിങ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. എപ്പോഴും ഓർത്തു വെക്കുക, ബോണ്ടിങ് ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും ബോണ്ടുകളുടെ ഡബിൾ ആയിരിക്കും എന്നുള്ള കാര്യം. നോക്കൂ, ഇവിടെ 2 ബോണ്ടല്ലേ ഈ ഓക്സിജൻ ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന് ചുറ്റുമുള്ള ബോണ്ടിങ് ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഞാനിവിടെ ഓസോൺ എന്ന് പറയുന്ന മോളിക്യൂളിലെ 3 ഓക്സിജന് മുകളിലുമുള്ള ഫോർമൽ ചാർജുകൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചാണ്. നോക്കൂ, ഇതിന് മുകളിൽ 0, ഇതിന് മുകളിൽ +1, ഇതിന് മുകളിൽ -1. ഈ ഓസോൺ ആണ് എപ്പോഴും ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ. ഇനി ഇത് ഉപയോഗിച്ചല്ലാതെ തന്നെ നമുക്കൊരു മോളിക്യൂളിൽ ആറ്റത്തിന് മുകളിലുള്ള ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ റിലേഷൻഷിപ്പ് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് ബോൺസ് മൈനസ് വാലൻസ് ചെയ്താൽ മതി. നോക്കൂ, ഈ ഓക്സിജൻ ആണെങ്കിൽ നമ്പർ ഓഫ് ബോൺസ് എത്രയാ, 3. വാലൻസി എത്രയാ, ഓക്സിജന്റെ വാലൻസി 2 അല്ലേ, അപ്പോ +1 അല്ലേ കിട്ടുക. കറക്റ്റ്. ഇവിടെ ഈ ഓക്സിജന് നോക്കൂ, നമ്പർ ഓഫ് ബോൺസ് എത്രയാ, 1 ബോണ്ട് അല്ലേ അത് ഫോം ചെയ്യുന്നുള്ളൂ, മൈനസ് വാലൻസി എത്രയാ, 2 അല്ലേ, അപ്പൊ -1. കറക്റ്റാ. അപ്പൊ ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്കത് കിട്ടും. ഇതുകൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഫോർമൽ ചാർജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് VSEPR തിയറിയും അതനുസരിച്ച് മോളിക്യൂളിന്റെ സ്ട്രക്ചറുമാണ്, ഷേപ്പുമാണ്. അപ്പൊ അതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോണ്ട് പെയറുകളുടെ ലോൺ പെയറുകളുടെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ ഏത് ജോമെട്രിയാണ്, ഏത് ഷേപ്പാണെന്ന് തീരുമാനിക്കുക. അപ്പൊ നിങ്ങൾ നോക്കൂ, 2 ബോണ്ട് പെയറും 0 ലോൺ പെയറും വന്നു കഴിഞ്ഞാൽ ലിനിയർ ആണ്. കണ്ടോ, ലിനിയർ ആണ്. 180 ഡിഗ്രി ആംഗിളിൽ ലിനിയർ ആണ് വരിക. ഓക്കെ, 3 ഇലക്ട്രോൺ പെയർ വരുമ്പോൾ ട്രയാഗണൽ പ്ലാനാർ ആണ് വരിക. അതിൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ നോക്കിയേ, 3 ബോണ്ട് പെയറും 0 ലോൺ പെയറും വരാം. അപ്പൊ ട്രയാഗണൽ പ്ലാനാർ ഷേപ്പ് തന്നെയാണ് വരിക. ആൻഡ് 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും വന്നാൽ ഇതിലൊരു സ്ഥലത്ത് ലോൺ പെയർ വരും. അപ്പൊ ഈ 2 ബോണ്ടിന്റെ പൊസിഷൻ മാത്രം നോക്കിയിട്ട് നമ്മൾ എന്ത് പറയും, ബെൻഡ് ഷേപ്പ് എന്ന് പറയും. കറക്റ്റാ. ഇനി 4 ഇലക്ട്രോൺ പെയർ വരുമ്പോൾ ഉള്ള ജോമെട്രി ടെട്രാഹീഡ്രൽ ആണ്. അതിൽ 4 + 0 വരാം, 3 + 1 വരാം, 2 + 2 വരാം. എന്ന് വെച്ചാൽ ആദ്യം പറയുന്നെല്ലാം ബോണ്ട് പെയറിന്റെ എണ്ണം, രണ്ടാമത് പറയുന്നെല്ലാം ലോൺ പെയറിന്റെ എണ്ണമാണ് അല്ലെ, ആണ്. അപ്പോൾ 4 ബോണ്ട് പെയറും 0 ലോൺ പെയറും വരുമ്പോൾ ടെട്രാഹീഡ്രൽ ഷേപ്പ് ആണ്. 3 + 1 വരുമ്പോൾ ഇവിടെ ഒരു ലോൺ പെയർ വരും, അപ്പൊ പിരമിഡൽ ആണ്. 2 + 2 വരുമ്പോൾ 2 ലോൺ പെയർ വരും, അപ്പൊ ബെൻഡ് ആണ്. റെഡി ആണല്ലോ? ഓക്കെ. 5 ഇലക്ട്രോൺ പെയർ വരുമ്പോൾ ട്രയാഗണൽ ബൈപിരമിഡൽ ആണ്. ഈ 3 ബോണ്ടുകളെ നമ്മൾ ഇക്വറ്റോറിയൽ ബോണ്ടുകൾ എന്ന് പറയും. ഈ 2 ബോണ്ടുകളെ ആക്സിയൽ ബോണ്ടുകൾ എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അവിടെ 4 പോസിബിലിറ്റീസ് ഉണ്ട്. 5ഉം 0ഉം വരാം, 4ഉം 1ഉം വരാം, 3ഉം 2ഉം വരാം, 2ഉം 3ഉം വരാം. ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയറിന്റെ കോംബോ ആണ്. 5ഉം 0ഉം വരുമ്പോൾ ട്രയാഗണൽ ബൈപിരമിഡൽ ഷേപ്പ് ആണ്. 4ഉം 1ഉം വരുമ്പോൾ എപ്പോഴും ലോൺ പെയർ ഇക്വറ്റോറിയൽ ബോണ്ടിലാണ് ഉണ്ടാവുക, ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് ലോൺ പെയർ ഉണ്ടാവുക. സോ സീസോ ആയിരിക്കും വരിക.
3+2 വരുമ്പോൾ 2 ഇക്വറ്റോറിയൽ പൊസിഷനുകളിൽ ലോൺ പെയർ വരും, ടി ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. 2+3 വരുമ്പോൾ 3 ഇക്വറ്റോറിയൽ പൊസിഷനുകളിലും ലോൺ പെയർ ആയിരിക്കും. അപ്പൊ ലിനിയർ ഷേപ്പ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, കാരണം ഷേപ്പ് തീരുമാനിക്കുന്നത് ബോണ്ട് പെയറുകളുടെ പൊസിഷനാണ്, ജോമെട്രി തീരുമാനിക്കുന്നത് മൊത്തം ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണമാണ്. ഓക്കെ, അടുത്തത് 6 ഇലക്ട്രോൺ പെയർ വരുമ്പോൾ ഒക്ടാഹൈഡ്രൽ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ 3 പോസിബിലിറ്റിയാ ഉള്ളത്, 6 0 5 1 4 2. 6 0 ആണെങ്കിൽ ഷേപ്പും ഒക്ടാഹൈഡ്രൽ തന്നെയാണ്. 5 1 ആണെങ്കിൽ ദേ ഒരു ലോൺ പെയർ ഇവിടെ വരും, എന്തായിരിക്കും, സ്ക്വയർ പിരമിഡൽ ആയിരിക്കും. ആൻഡ് 4 2 ആണെങ്കിൽ 4+2 ആണെങ്കിൽ 2 ലോൺ പെയർ ഇവിടെ വരും, സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. ഇനിയോ 7 ഇലക്ട്രോൺ പെയർ വരുമ്പോൾ പെന്റഗണൽ ബൈപിരമിഡൽ ആണ്. അതിൽ 2 പോസിബിലിറ്റീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഏതാണ്, 7 0 വരുന്നുണ്ട്, 6 1 വരുന്നുണ്ട് അല്ലെ. 7 0 എന്ന് പറയുമ്പോൾ പെന്റഗണൽ ബൈപിരമിഡൽ തന്നെയാണ്. 6 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ ഒരു ലോൺ പെയർ വരും, ഇവിടെ ഒരു ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹീഡ്രൽ എന്ന് പറയുന്ന ഷേപ്പിലേക്ക് മാറും. അപ്പോൾ VSEPR നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. അത് അവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഇലക്ട്രോൺ പെയർസ് ഈസ് ഈക്വൽ ടു V + M + A - C/2. V എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള വാലൻസ് ഇലക്ട്രോൺ ആണ്. M എന്ന് പറയുമ്പോൾ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള മോണോ വാലൻസ് സറൗണ്ടിങ് ആറ്റങ്ങളുടെ എണ്ണമാണ്. A എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്, ആനിയോണിക് ചാർജ് എന്നാണ് ഞാൻ മീൻ ചെയ്യുന്നത്. C എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്, കാറ്റയോണിക് ചാർജ് എന്നാണ് മീൻ ചെയ്യുക. ഇനി ഇവിടെ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പറിൽ സറൗണ്ടിങ്ങിൽ എത്ര ആറ്റം ഉണ്ടോ അത്രയും ബോണ്ട് പെയർ ഉണ്ടാവും, അതിന്റെ ബാക്കി ലോൺ പെയർ ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോൺ പെയർ നിന്ന് ബോണ്ട് പെയർ കുറച്ചാൽ ലോൺ പെയർ നമുക്ക് കിട്ടും. റെഡി അല്ലേ, ക്ലിയർ അല്ലേ? ഇനി ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റലുകൾ കാണാനും നമ്മൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ, നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ H ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ പറയുക, V + M + A - C/2 എന്നാണ് നമ്മൾ പറയാ. ഇതേ സംഗതി തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ അതേ സംഗതി വിയും എമ്മും എയും സിയും ഒക്കെ അത് തന്നെയാണ്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഇനി അതില് എച്ചിന്റെ വാല്യൂ സൂചിപ്പിക്കുന്നത് എത്ര ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഉണ്ട് എന്നാണ്. അപ്പൊ ഹൈബ്രിഡ് ഓർബിറ്റലുകളുടെ എണ്ണം അഥവാ എച്ചിന്റെ വാല്യൂവിനനുസരിച്ച് നമുക്ക് ഏത് ഹൈബ്രിഡൈസേഷൻ ആണെന്ന് പറയാൻ പറ്റും. 2 ആണ് എച്ചിന് വാല്യൂ കിട്ടുന്നെങ്കിൽ SP ആണ്, 2 ഹൈബ്രിഡ് ഓർബിറ്റലേ ഉള്ളൂ. 3 ആണെങ്കിൽ SP2 ആണ്, 3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്. 4 ആണെങ്കിൽ SP3 ആണ്, 5 ആണെങ്കിൽ SP3D ആണ്, 6 ആണെങ്കിൽ SP3D2 ആണ്, 7 ആണെങ്കിൽ SP3D3 ആണ്. അപ്പൊ എച്ചിന്റെ വാല്യൂ, എച്ച് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ ആണ്, അത് ഓർമ്മയിൽ ഉണ്ടാവണം. ഇത് വെച്ചുകൊണ്ട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ, മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1-ലുള്ളതെല്ലാം മോളിക്യൂളുകളും ലിസ്റ്റ് 2-ലുള്ളതെല്ലാം അതിന്റെ ഷേപ്പും ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, BrF5 നമ്മൾ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് സെൻട്രൽ ആറ്റം ബ്രോമിൻ ആണ്. അപ്പൊ 7 വാലൻസ് ഇലക്ട്രോൺ, 5 മോണോ വാലൻസ് സറൗണ്ടിങ് ആറ്റങ്ങൾ ഉണ്ട്, ബൈ 2 6 ആ വരിക. അതിൽ ബോണ്ട് പെയറിന്റെ എണ്ണം 5 എന്ന് ഞാൻ എഴുതിയത് സറൗണ്ടിങ് ആറ്റങ്ങളുടെ എണ്ണം 5 ആയതുകൊണ്ടാ. അപ്പൊ 6-ൽ 5 പോയാൽ പിന്നെ 1 അല്ലേ ബാക്കി വരിക, അത് ലോൺ പെയറാ. അപ്പൊ 5+1 വന്നു കഴിഞ്ഞാൽ ഏതാ, 5+1 വന്നു കഴിഞ്ഞാൽ സ്ക്വയർ പിരമിഡൽ ആണ് എന്ന് നമുക്ക് അറിയാലോ അല്ലെ. അപ്പൊ സ്ക്വയർ പിരമിഡൽ മാച്ച് ആവുന്ന എക്കാണ്. എക്ക് 4 മാച്ച് ആവുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും. റെഡി അല്ലേടാ മക്കളെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് ദി അറ്റോമിക് ഓർബിറ്റൽ ഓഫ് നൈട്രജൻ ഇൻ NO2 - NO2 + NH4 + റെസ്പെക്റ്റീവ്ലി ആർ. അപ്പൊ ഇതേ ഇക്വേഷൻ ആണ്. NO2 മൈനസിലേക്ക് വരുമ്പോൾ V + M + A - C/2. V എന്ന് പറയുന്നത് നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോൺ 5. സറൗണ്ടിങ്ങിലുള്ള മോണോവാലന്റ് ആറ്റങ്ങൾ ഇല്ല, കാരണം ഓക്സിജൻ മോണോവാലന്റ് അല്ല. എപ്പോഴും ഓർത്തു വെക്കുക, ഓക്സിജനും സൾഫറും മോണോവാലന്റ് അല്ല, അവരെന്താണ്, ഡൈവാലന്റ് ആണ് കേട്ടോ. അവർ മോണോവാലന്റ് അല്ല. അപ്പൊ 0 + നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യണം. അപ്പൊ 3 വരും, SP2 ആണ്. NO2 + 2 വരും, SP ആണ്. NH4 + 4 വരും, SP3 ആണ്. അപ്പൊ ആൻസർ എന്താ വരിക, SP2 SP ആൻഡ് SP3. എവിടെ SP2 SP ആൻഡ് SP3 ദാ ഓപ്ഷൻ ഡി ആണത്. സി എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ആ പാർട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ആ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കറിയാം, മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ്, MOT ആണ് അല്ലെ. മോളിക്കുലർ ഓർബിറ്റൽ തിയറി പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ടത് ഹോമോ ന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾസിന്റെ, അതായത് He2 H2 Be2 B2 C2 N2 O2 F2 Ne2 ഇവരൊക്കെയാണ് നമ്മൾ ഹോമോ ന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയാം. ഹോമോ ന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾസ്. ഇതിൽ നൈട്രജൻ വരെയുള്ള മോളിക്യൂൾസിന്റെ അപ് ടു നൈട്രജൻ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. അതേസമയം ആഫ്റ്റർ നൈട്രജൻ
നൈട്രജൻ കഴിഞ്ഞു വരുന്ന O2 F2 Ne2 പോലെയുള്ള മോളിക്യൂളുകളുടെ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഇതിലെ ഡിഫറൻസ് എവിടെയാണ് വരുന്നത് നോക്കൂ. ഈ 3 ഓർബിറ്റൽസിന്റെ അറേഞ്ച്മെന്റിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ 3 ഓർബിറ്റൽസിന്റെ അറേഞ്ച്മെന്റ് ആണെന്നുള്ളത്. കാരണം ഇവിടെ സിഗ്മ 2pz വരുന്നത് പൈ 2px പൈ 2py കഴിഞ്ഞിട്ടാണ്. ഇവിടെ സിഗ്മ 2ps അവർക്ക് മുന്നേ വരും. ആ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ, വേറൊരു ഡിഫറൻസും ഇല്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടെ സിഗ്മ 2pz വരിക, എന്നാൽ അവരെക്കാൾ മുന്നെയാണ് ഇവിടെ സിഗ്മ 2pz വരിക. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ, വേറൊരു ഡിഫറൻസും ഇല്ല. ഇനി നമുക്കറിയാം ഇവിടെ നിന്ന് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. യെസ്, എന്താ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ആന്റിബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന്റെ പകുതിയെ വിളിക്കുന്ന പേരാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന്. ഹാഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ബോണ്ടിങ് ആൻഡ് ആന്റിബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. റെഡിയാണല്ലോ. ഇനി ബോണ്ട് ഓർഡറിന്റെ വാല്യൂ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. പോസിറ്റീവ് ആണെങ്കിൽ മോളിക്യൂൾ സ്റ്റേബിൾ ആണെന്നും നെഗറ്റീവ് ആണെങ്കിൽ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആണെന്നും എന്നാൽ സീറോ ആണെങ്കിലോ മോളിക്യൂള് എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണെന്നും മനസ്സിലാക്കുക. അപ്പൊ നെഗറ്റീവോ സീറോയോ വന്നാൽ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല. പോസിറ്റീവായ ബോണ്ട് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇനി ഈ ബോണ്ട് ഓർഡറിന് ബോണ്ട് സ്ട്രെങ്ത്തുമായിട്ടും ബോണ്ട് എനർജിയുമായിട്ടും ബോണ്ട് ലെങ്ത്തുമായിട്ടും കണക്ഷൻസ് ഉണ്ട്. ബോണ്ട് സ്ട്രെങ്ത്തും ബോണ്ട് എനർജിയും ബോണ്ട് ഓർഡറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ബോണ്ട് ലെങ്ത് ബോണ്ട് ഓർഡറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ആ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കുക, 2 ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ചോദിക്കുക. ഒന്ന് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ, രണ്ടാമത്തേത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ. ഇപ്പൊ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം 2 ടെക്നിക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. 1 മുതൽ 7 വരെ ഇലക്ട്രോണുകൾ വരുന്ന മോളിക്യൂളുകളിൽ ഒരു ടെക്നിക്കും 8 മുതൽ 20 വരെ ഇലക്ട്രോണുകൾ വരുന്ന മോളിക്യൂളിൽ വേറൊരു ടെക്നിക്കുമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഇലക്ട്രോണുകൾ എണ്ണ മോളിക്യൂളിൽ 1 മുതൽ 7 വരെയാണെങ്കിൽ അതിൽ ഓഡ് ഇലക്ട്രോൺ വരുന്ന കേസുകളിൽ ബോണ്ട് ഓർഡർ 0.5 ഇവൻ ഇലക്ട്രോൺ വരുന്ന കേസുകളിൽ ബോണ്ട് ഓർഡർ 1 ആയിരിക്കും. പക്ഷെ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ഇവൻ ഇലക്ട്രോൺ ആണ് 4 എന്ന് പറഞ്ഞ് ഇവൻ നമ്പർ ആണ്, എന്നാലും അതിന്റെ ബോണ്ട് ഓർഡർ 0 ആയിരിക്കും. ഇനി 8 മുതൽ 20 വരെ ഇലക്ട്രോൺ വരുന്ന മോളിക്യൂളുകളിലാണെങ്കിൽ 14 ഇലക്ട്രോൺ വരുമ്പോൾ 3 ആയിരിക്കും ബോണ്ട് ഓർഡർ. ഒരു മോളിക്യൂളിന് കാണിക്കാവുന്ന ഹയസ്റ്റ് ബോണ്ട് ഓർഡർ 3 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് 1 4 3 എന്ന് ഓർത്താൽ മതി. 14 വരുമ്പോൾ 3 അതാണ് ഹയസ്റ്റ്. ഇനി 14 അല്ലാത്തൊരു വാല്യൂ വന്നാലോ, അപ്പോൾ ബോണ്ട് ഓർഡർ ഈക്വൽ ടു 3 മൈനസ് 0.5 ഇൻറ്റു n ചെയ്താൽ മതി. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ n എന്താണെന്നൊരു സംശയം ഉണ്ടാകും. n എന്ന് പറയുന്നത് നിങ്ങളുടെ മോളിക്യൂളിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണവും 14 എന്ന് പറയുന്ന നമ്പറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ n എന്ന് പറയാം കേട്ടോ. അപ്പൊ 15 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ n എത്രയാ 1 വരും. 16 ഇലക്ട്രോൺ ആണെങ്കിൽ n എത്രയാ 2 വരും. 17 ഇലക്ട്രോൺ ആണെങ്കിൽ n എത്രയാ 3 വരും. മനസ്സിലായില്ലേ? 14 എന്ന് പറയുന്ന നമ്പറും നിങ്ങളുടെ മോളിക്യൂളിൽ ഇലക്ട്രോണും തമ്മിലുള്ള ഡിഫറൻസ് ആണ് n എന്ന് പറയുന്നത്. അപ്പൊ അതങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിൽ ഓർത്ത് വെക്കുക, ബോണ്ട് ഓർഡർ 0 വരുന്ന 3 കേസുകളുണ്ട്. ഒന്ന് 4 വരുമ്പോൾ 4 ഇലക്ട്രോൺ വരുന്ന കേസിൽ, 8 ഇലക്ട്രോൺ വരുന്ന കേസിൽ, 20 ഇലക്ട്രോൺ വരുന്ന കേസിൽ. അപ്പൊ ഈ ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന മോളിക്യൂളുകളിലെല്ലാം ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓർത്ത് വെക്കുക കേട്ടോ. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, B2 എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ 1 ആ. എന്നുവെച്ചാൽ ഒരു ബോണ്ടേ ഉള്ളൂ. ആ ബോണ്ട് പക്ഷെ പൈ ബോണ്ടാണ്. 2 C2 എന്ന് പറയുന്ന മോളിക്യൂളില് ബോണ്ട് ഓർഡർ 2 ആ. അപ്പൊ 2 ബോണ്ട് ഉണ്ട്. ആ 2 ബോണ്ടും പൈ ബോണ്ടാണ്. അതൊന്ന് ഓർത്ത് വെക്കുക നിങ്ങൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഒരു ടേബിളിൽ ചില മോളിക്കുലർ ഓർബിറ്റലുകളുടെ നോഡുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്മ 1s സിഗ്മ 2s സിഗ്മ 2pz നോഡുകളൊന്നും ഉണ്ടാവില്ല. പൈ 2px പൈ 2py ഓരോ നോഡുകൾ വീതം ഉണ്ടാകും. സിഗ്മ സ്റ്റാർ 1s സിഗ്മ സ്റ്റാർ 2s സിഗ്മ സ്റ്റാർ 2pz തുടങ്ങിയവതിൽ ഓരോ നോഡുകൾ ഉണ്ടാവുക. പക്ഷെ പൈയുടെ ആന്റി ബോണ്ടിങ് ഓർബിറ്റലുകളിൽ, അതായത് പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py 2 വീതം നോഡുകൾ ഉണ്ടാകും. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് നമുക്കറിയാലോ. പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും ആകാം. അതായത് ഒരു മോളിക്യൂളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിയിട്ട് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താ നമുക്ക് പറയാൻ പറ്റും. ഇലക്ട്രോണുകളുടെ എണ്ണം ഓഡ് നമ്പറോ 10ഓ 16ഓ വന്നാൽ പാരാമാഗ്നറ്റിക് ആണ്. 10ഉം 16ഉം ഒഴികെയുള്ള എല്ലാ ഇവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ വരുന്ന മോളിക്യൂളുകളും ഡയാമാഗ്നറ്റിക് ആണ്. അതിൽ നോർമലി നമ്മൾ O2, അതായത് 20 ഇലക്ട്രോൺ വരെയുള്ള മോളിക്യൂളുകളെ പറയാറുള്ളൂ. പക്ഷേ അതിൽ S2 കൂടി എടുത്താൽ നല്ലതായിരിക്കും. കാരണം S2 എന്ന് പറയുന്ന മോളിക്യൂള് O2 എന്ന് പറയുന്ന മോളിക്യൂളിനെ പോലെ തന്നെയാണ്. അതിലും എന്തുണ്ടാവും? അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ S2 എന്ന് പറയുന്ന മോളിക്യൂളും
പാരാമാഗ്നറ്റിക് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, റെഡി അല്ലേ? കാരണം O2 ചോദിക്കാറുണ്ട്, അതിനൊപ്പം വേണമെങ്കിൽ S2 കൂടി അവർക്ക് ചോദിക്കാം. ഇത് മാത്രമാണ് 20 ശേഷമുള്ള മോളിക്യൂൾ നോർമലി ചോദിക്കാറുള്ളൂ. അപ്പൊ MO തിയറി ഏകദേശം നമ്മൾ പഠിച്ചു. ഇനി അതിന്റെ ചോദ്യം ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നിങ്ങൾ ഈ ചോദ്യം കണ്ടോ? എന്താണ് ഈ ചോദ്യത്തിൽ പറയുന്നത്? ആ ചോദ്യത്തിൽ പറയുന്നതെല്ലാം നോക്കിയേ, കോളം 1 ചില സ്പീഷീസുകളും കോളം ബിയിൽ അതിന്റെ ബോണ്ട് ഓർഡറും ഉണ്ട്. അപ്പൊ അത് മാച്ച് ചെയ്യാണ്. അപ്പൊ N2 2- 16 ഇലക്ട്രോൺ, സോ ബോണ്ട് ഓർഡർ എന്തായിരിക്കും? 2 ആയിരിക്കും. N2 + 13 ഇലക്ട്രോൺ ബോണ്ട് ഓർഡർ 2.5 ആയിരിക്കും. O2 2- 18 ഇലക്ട്രോൺ ബോണ്ട് ഓർഡർ 1 ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷൻ വെച്ചാണ്. 3 - 0.5 × n വെച്ചാണ് കേട്ടോ. O2- 17 ഇലക്ട്രോൺ ബോണ്ട് ഓർഡർ 1.5 ആയിരിക്കും. അപ്പൊ ഇനി മാച്ച് ആകുന്നത് നോക്കൂ നിങ്ങൾ. N2 2- 2, അപ്പൊ 2 മാച്ച് ആകുന്നത് 1-നാണ്. അപ്പൊ 1-ന് B മാച്ച് ആകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ 3 ആണ് തീരുമാനിക്കാം. 3 O2 2- 1 അല്ലേടാ വരുന്നേ? ആണ്. 3ക്ക് C ആണ് വരുന്നത് അല്ലെ? അപ്പൊ ഓപ്ഷൻ 3 അല്ലേ മക്കളെ ആൻസർ വരിക? ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എമംഗ് ദ ഫോളോയിങ് സ്പീഷീസ് C2 2- O2 B2 H2- വിച്ച് വൺ ഇസ് ഡയാമാഗ്നറ്റിക്? അപ്പൊ നമുക്കറിയാം ഡയാമാഗ്നറ്റിക് ആവണമെങ്കിൽ എന്തായിരിക്കണം? ഒന്നെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കണം. ഈവൻ ഇലക്ട്രോൺസ് ആയിരിക്കണം എക്സെപ്റ്റ് 10 and 16, 10ഉം 16 ഒഴികെ. C2 2- ഇതിലൊക്കെ ഇലക്ട്രോണുകളാണ് ഞാൻ എഴുതിയിട്ടുണ്ട് കണ്ടോ. അപ്പൊ 10ഉം 16ഉം ഒഴികെയുള്ള ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇതിൽ മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. അപ്പൊ ഇത്രയും ഏരിയകളാണ് നമുക്ക് ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം നമ്മൾ കവർ ചെയ്തു. പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എല്ലാം നമ്മൾ കണ്ടു. അതിൽ ഒരുപാട് ട്രിക്കുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു, എങ്ങനെയാണ് വേഗത്തിൽ ആൻസറിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ മക്കളെ, വീണ്ടും മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. ഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്യണം നിങ്ങൾ. ഓൾ ദി ബെസ്റ്റ്.